നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോടെ കൊണ്ടൊന്നും അല്ലാതെ ചെക്കപ്പൊന്നും ഇല്ലാതെ ഗീബത്തും നമീമത്തൊന്നും അതിന്റെ ചെക്കപ്പൊന്നും ഇല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന ഡയറക്റ്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുത്തു വെക്കുന്ന അമല് പരിശുദ്ധ കലിമത്ത് തൗഹീദിന്റെ അമലാണ്. ഖുർആനാണ് പറയുന്നത്, ഇലൈഹി യസ്അദു അൽ കലിമുത് ത്വയ്യിബു. കലിമത്ത് ത്വയ്യിബക്ക് ഖുർആനിൽ പല പദങ്ങളും പേരുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അൽ ഉർവത്തുൽ വുസ്ഖ, കലിമത്തു ത്വയ്യിബ, അൽ ഖൗലു സാബിത്, കലിമത്തു തഖ്വ, അങ്ങനെ ഒരുപാട് പേരുകളുള്ള പരിശുദ്ധമായ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അതിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയാ, ഇലൈഹി യസ്അദു അൽ കലിമുത് ത്വയ്യിബു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് പരിശുദ്ധമായ കലിമത്തു ത്വയ്യിബ കയറും. വൽ അമലു സ്വാലിഹു, സ്വാലിഹായ മറ്റ് അമലുകൾ യർഫഉഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അമലിനെ ഉയർത്തും. മറ്റൊരാളെ കൊണ്ട് എന്ന് പറഞ്ഞ ഹഫളത്തിന്റെ മലക്കുകളെ കൊണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ കൊണ്ട് അത് ഉയർത്തുമ്പോ കൊണ്ടുവരുന്ന മലക്കുകളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഓരോ ആകാശങ്ങളിലും അതിന്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുത്തെത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്തും എടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുക്കുക. 7 ആകാശങ്ങളും കയറി വന്ന ഒരു അമല് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടി ഒഴിവാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 മലക്കുകൾ ആ അമലിന്റെ കൂടെ ഉണ്ടാകും. അബ്ദുല്ലാഹിബ്ൻ അൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു സഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ച ഹദീസ്. അന അല്ലാമുൽ ഗുയൂബ്, ഞാൻ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. ഫഇന്നഹു അമില ലിഗൈരി, അവൻ എനിക്ക് വേണ്ടി അല്ല അമൽ ചെയ്തത്. ഫളരിബൂഹു ബിവജ്ഹി, അതുകൊണ്ട് അമൽ അവന്റെ മുഖത്തേക്ക് എറിയൂ. ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, കിബറില്ലാത്ത, നല്ല റഹ്മത്തുള്ള, സൽസ്വഭാവിയായ, അങ്ങനെ 7 ആകാശങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച വീക്ക്നെസ് ഒന്നും ഇല്ലാത്ത, പരിശോധനയ്ക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വച്ച കുറവുകളൊന്നുമില്ലാത്ത അമലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്തെത്തിയപ്പോൾ തിരിച്ചു പോയത്. അതുകൊണ്ടാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇന്നമ എന്ന് പറഞ്ഞ ഹസ്റാണ് അറബിയിൽ, ഇംഗ്ലീഷിൽ ഓൺലി, മാത്രം, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും. ആ മുത്തഖീൻ എന്നുള്ളതിലേക്കാണ് അതിന്റെ ഹസ്ർ ചെല്ലുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയമായും സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. തഖ്വയാണെങ്കിലോ തഖ്വ ഹാവുന, കോട്ടിലല്ല, ഖമീസിലല്ല, തൊപ്പിയിലല്ല, ഡ്രസ്സിലല്ല, പുറത്ത് കാണുന്ന ഒന്നിലുമല്ല. തഖ്വ ഹാവുന. ആ തഖ്വ അങ്ങനെ പണിയെടുക്കാൻ വേണ്ട ഒരു പണി, അതിന് വേണ്ട ഏറ്റവും വലിയ അതിന്റെ മൂലധനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിട്ടുണ്ട്. വഅൽസമഹും കലിമത്തത് തഖ്വ, പരിശുദ്ധമായ കലിമത്തു തഖ്വ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് കയറിപ്പോകും എന്ന് കരുതിയിട്ട് ഈ കലിമത്ത് തഖ്വ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ചെല്ലണമൊക്കെ ഒന്ന് കയറി പോകാനൊന്നുമില്ല. അതിനൊന്നും നന്നാകണം. ഞാൻ കഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ വഫാത്തായപ്പോൾ അവിടെ അർശ് കിടിലം കൊണ്ടു എന്ന് പറഞ്ഞു. കാരണം ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അർശാണ്. ഇവിടെ ആ അർശിന്റെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാൻ എഴുതി വെച്ചു. ഖുർആൻ അവർ സ്വഹാബിമാരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അത് ഉറപ്പിച്ചു തരട്ടെ. അല്ലാമ ഇക്ബാൽ പറഞ്ഞത് കാണാം, തൗഹീദ് കി അമാനത്ത് സീനോ മെഹേ ഹമാരെ, ആസാൻ നഹി മിട്ടാന നാമോ നിഷാൻ ഹമാര. തൗഹീദിന്റെ അമാനത്ത് സീനോ മെഹേ ഹമാരെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്.
ഉണ്ടായിട്ടാണ് ബഹുമാനപ്പെട്ടവരാ പറഞ്ഞത്. നമ്മളിൽ അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ തൗഹീദ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോ രാവിലെ സുബഹി നിസ്കാരം നമ്മൾ എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ നമ്മളുടെ ശ്വാസം ഒന്നുപോലും വെറുതെ ആയിട്ടുണ്ടാവില്ല. ഓട്ടോമാറ്റിക് ആയി ശ്വാസനിശ്വാസങ്ങളിൽ ആ പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക തൗഹീദ് കി അമാനത്ത് സീനോ മെഹേ ഹമാരെ, പരിശുദ്ധ കലിമത്ത് തൗഹീദിന്റെ ആ ഈമാന്റെ അമാനത്ത്, അത് അമാനത്തായിട്ട് കിട്ടിയതാ, അത് സൂക്ഷിക്കേണ്ടതാണ്. ഇന്ന അറളനൽ അമാനത അല സമാവാതി വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ലലൂമൻ ജഹൂല. ഈ പരിശുദ്ധമായ അമാനത്ത് ആകാശങ്ങളോടും ഭൂമികളോടൊക്കെ, അല സമാവാതി വൽ അർളി, ആകാശങ്ങളോടും ഭൂമികളോടൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു. ഏറ്റെടുക്കാൻ പറ്റുമോ? ആരും ഏറ്റെടുത്തില്ല. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു. അവൻ ഏറ്റവും വലിയ അക്രമിയും ലാലിമു എന്നല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പറയുന്നു. ലലൂമ് ഫആലുനഹു മിഫആലുനഹു ഫഊലു ലികത്റത്തിൻ അൻ ഫായിലിൻ ബദീലു. അൽഫിയൽ കാണാം. ഫഊൽ എന്ന് പറഞ്ഞ കൂടുതലായിട്ട് ചെയ്യുന്നതിനാ. ലലൂമൻ ജഹൂല, ഏറ്റവും വലിയ അക്രമിയും ഏറ്റവും കൂടുതൽ വിവരമില്ലാത്ത ആളുമായിരുന്നു. അവർക്ക് വിവരം ഉണ്ടായതുകൊണ്ട് അത് ഒഴിവായത്. പടച്ചോനെ കഴിയില്ല. പറവകളോടും മറ്റ് ജീവികളോടൊക്കെ. എന്നാലോ അവർക്ക് ഹിസാബില്ലെങ്കിൽ, ഈ അമലുകളെ കുറിച്ച് ഹിസാബില്ലെങ്കിലും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരോടൊക്കെ നാളെ പരലോകത്ത് മണ്ണാകാൻ പറഞ്ഞാലും കുല്ലു ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ നിസ്കാരം അറിയാം, അള്ളാഹുവിൻ്റെ തസ്ബീഹും അറിയാം. അത് അവർ ചെയ്യുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിലാകുമ്പോൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന സമയത്ത് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന കല്ലുണ്ടായിരുന്നു. ഹിറാ ഗുഹയിലേക്ക് കയറി പോകുമ്പോ ആ കല്ല് അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞിരുന്നു. നബി തങ്ങൾ പിന്നെ പറഞ്ഞു, ഇന്നി അഅലമു ഹജറൻ ബിമക്കത യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅത, എനിക്ക് ബിഅ്സത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് എന്നെ കാണുമ്പോൾ സലാം പറയുന്ന ഒരു കല്ല് എനിക്കറിയാം. അപ്പോ ഞാൻ പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിസാബില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്തേക്ക് എത്തുന്ന പരിശുദ്ധമായ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡയറക്റ്റ് ആയിട്ട് ഏറ്റെടുക്കുന്ന പരിശുദ്ധമായ അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ഖുർആൻ പറഞ്ഞു, ഹദീസിലും കാണാം. നമുക്കറിയുന്ന ഹദീസ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, മഹ്ശറയിലെത്തുമ്പോൾ ആളുകളൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കും. അദ്ദേഹം ബേജാറാകും. അവസാനം മുൻമുലത്ത് പോലെ ഒരു വിരൽ തുമ്പിന്റെ അത്ര പോന്ന ഒരു ബിത്താക്ക, ഒരു ചിപ്പ്, അപ്പൊ അതിലുണ്ടാവും ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഫീഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദത്ത് അതിലുണ്ടാകുക. അപ്പോ അമലുകള് എല്ലാം കൊടുന്ന് ഇടാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. അവരൊന്നും കണ്ടിട്ടല്ലത്. അവരാണ് മറ്റു അമലുകളൊക്കെ കൊടുന്നിട്ട് തുലാസിലിടുന്നത്, അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, എന്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരു അമലുണ്ട്, എന്റെ അടുത്ത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതേപോലെ അള്ളാഹുവിന്റെ അടുത്തേക്ക് മറ്റൊരാള് നമ്മളുടെ ഒരു അമല് ഏൽപ്പിക്കും. അത് പരിശുദ്ധ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേരിൽ നമ്മൾ ചൊല്ലണ സ്വലാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. അതും നിയ്യത്തില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതാ.
വെള്ളിയാഴ്ച ചെല്ലുന്ന പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് ഹബീബ് പറഞ്ഞത്, ആ പരിശുദ്ധമായ സ്വലാത്ത് എൻ്റെ അടുത്തേക്ക് അന്ന് അല്ലാത്ത ദിവസം മലക്കുകൾ അതിനായിട്ട് ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹിന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റുന്ന മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ വെള്ളിയാഴ്ച ദിവസം അത് പ്രത്യേകമായിട്ട് ഞാൻ തന്നെ എടുത്തു വെക്കും. ഒരു 80 സലാത്ത് എൻ്റെ മേൽ ആരെങ്കിലും ചെല്ലിയാൽ നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കൊണ്ടുവരും അള്ളാഹുവിന്റെ മുമ്പിൽ. ഹബീബിന്റെ അടുത്തേക്ക് അടുക്കാനെങ്കിൽ ആഖിറത്തിൽ അടുക്കാനുള്ള ഒരൊറ്റ പണിയുള്ളല്ലോ, അത് സലാത്ത് മാത്രമേ ഉള്ളൂ, വേറൊരു പണിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നോട് നാളെ അടുക്കാൻ പറ്റിയ മറ്റൊരു അമല് എന്ന് അള്ളാന്റെ ഹബീബ് വേറെ പറഞ്ഞിട്ടില്ല. യുദ്ധം ചെയ്യുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, ഇന്ന ദിക്ർ ചൊല്ലുക എന്നൊന്നും പറഞ്ഞില്ല. അഖ്റബുക്കും മിന്നി മൻസിലൻ അക്സറുക്കും അലയ്യ സ്വലാത്തൻ ഷഫീഉനാ റസൂലുള്ളാഹി. ആ പദങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സെന്റൻസ്. അഖ്റബുക്കും മിന്നി മൻസിലൻ, അഖ്റബുക്കും മിന്നി മൻസിലൻ. അള്ളാന്റെ അടുത്തേക്ക്, അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് അടുത്തെങ്കിൽ എന്തായിരിക്കും? നൂറുൻ അലാ നൂർ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ജീവിതകാലത്ത് തല താഴ്ത്തിയിരുന്നു എന്ന് കണ്ണൊരു മുഖത്തേക്ക് നോക്കാത്ത പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു പോകുന്നിടത്തൊക്കെ പരിശുദ്ധമായ പവിത്രമായ നൂറ് പരക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പോകുമ്പോഴും പരിശുദ്ധമായ സുഗന്ധമുണ്ടാകുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നിട്ട് അള്ളാൻ റസൂലിനോട് മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത്, എൻ്റെ വീട്ടിൽ എനിക്കൊന്നുമില്ല കുട്ടിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി, പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ വിയർപ്പെടുത്തിട്ട് ഒരു കാറൂറത്ത് കൊണ്ടുവരാൻ വേണ്ടിയുണ്ട്, കുപ്പി അതിലെടുത്തു കൊടുത്തു. ഈ സ്വഹാബിയും അവരുടെ വീട്ടുകാരും ആ അത്തർ എടുക്കണമെന്ന് മദീനത്തേർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അവർ യൂസ് ചെയ്തിരിക്കണമെന്ന്. നമ്മളിപ്പോൾ ഒരു നല്ലൊരു അത്തർ വാങ്ങിയ ഒരു അരമണിക്കൂറിന് 2 മണിക്കൂറിന് ഉണ്ടാവും. നമ്മളെ കാണുമ്പോൾ ചോദിക്കും, ആ തങ്ങൾ ഏതാ സ്പ്രേങ്ങൾ അടിച്ചിരിക്കണേ, ഏതാ അത്രങ്ങൾ അടിച്ചത്? വിൻഷേഖ അല്ലെങ്കിൽ മർജ എടുത്തതാ. എന്നിട്ട് പിന്നെ അടുത്തത് കാണുമ്പോൾ നമ്മൾ പോയി വാങ്ങും. എന്നാലും നമ്മൾ വാങ്ങിയില്ല ചെയ്യാം, ഒരു വാങ്ങി അത്ര ഇല്ല. വണ്ടി ഒരു ദിവസത്തിനൊന്നും ഇവിടെ പറഞ്ഞ അത്രയൊന്നുമില്ല, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എത്ര വന്നാലും ഇപ്പൊ അത്ര ഉണ്ടാവുള്ളൂ. ഈ സ്വഹാബിമാര് അവരുടെ വീട്ടുകാരും ആ പരിശുദ്ധമായ വിയർപ്പെടുത്താൽ സുഗന്ധമായിട്ട് ഉപയോഗിച്ചാൽ അന്ന് മദീനത്തേർക്ക് അറിയാം, ഇന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. വിയർപ്പാണ് എടുത്തുക്കണേ. ആ വീട്ടുകാർക്ക് സ്വഹാബിമാര് പേര് കൊടുത്തു, ബൈത്തുൽ മുത്തയ്യബീൻ, സുഗന്ധം ഉരട്ടുന്ന ആളുകളുടെ, സുഗന്ധമുള്ള ആളുകളുടെ വീട്. ആ പേരെന്നെ വന്നു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. സുഗന്ധമേ സുഗന്ധം, സൗന്ദര്യമേ സൗന്ദര്യം, സ്വഭാവമേ സ്വഭാവം. എന്താ അവിടത്തേക്ക് ഇല്ലാത്തത്? മലക്കുകൾ കൊതിച്ച, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ച, അല്ലാഹു നബി അലൈഹി ഇസ്ലാമിന്റെ തൗബ സ്വീകരിച്ച, ലോകത്തുള്ള അമ്പിയാക്കന്മാര് മൊത്തം അവരുടെ ഉമ്മത്തിനോട് മദ്ഹ് പറഞ്ഞ, ആകെ അമ്പിയാക്കന്മാര് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അവരുടെ റിസാലത്ത് പറഞ്ഞതിന്റെ പുറമെ ഒരു നബി വരാണ്ടിട്ടോ, അവരെങ്ങാനും വന്നാൽ അവരെ നിങ്ങൾ വിശ്വസിച്ചോളണം. എല്ലാവരും പറഞ്ഞത് അത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ മക്കൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാവരുടെയും വിശ്വാസ കേന്ദ്രം, മർക്കസ് അഖീദത്ത്, മർക്കസുൽ അഖീദ, താജ്ദാറെ ഹറം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സുജൂദിന്റെ അടുത്തേക്കെത്തുന്ന സുജൂദല്ല നമ്മൾ. അവിടുത്തെ ഇബാദത്തിന്റെ, അവിടുത്തെ കാലിന്റെ അടിയിലുള്ള വന്ന മണ്ണിന്റെ അത്രയും പോലും ഒരാൾക്ക് പോലും സ്ഥാനമല്ല. അത്രയും പരിശുദ്ധരായ സയ്യിദുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബ് പറയാണ്, അഖ്റബുക്കും മിന്നി മൻസിലൻ, അഖ്റബുക്കും മിന്നി മൻസിലൻ. എവിടെ കരപ്പൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകാം?
അല്ലാമ ഇക്ബാൽ പറഞ്ഞില്ലേ, റിസ്വാൻ തെരി ജന്നത്ത് മേ മേരാ ജീ നഹി ലഗ്താ മേ തോ യഹാ ഗുംബസെ ഖസ്റാനെ ഹി ദേഖാ. മദീന അല്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ടാന്നർത്ഥം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കണ ആ സ്ഥലം അതേപോലെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടാകുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വ മിൻബരി അലൽ ഹൗദി സയ്യിദുനാ റസൂലുള്ളാഹി വ മിൻബരി അലൽ ഹൗദി മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ മിമ്പറിന്റെയും എന്റെ റൗളന്റെയും ഇടയിലുള്ള, അല്ല, എന്റെ വീടിന്റെയും ഇടയിലുള്ള, എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ കടക്കുന്ന സ്ഥലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടാണത്. വമിമ്പരി അലൽ ഹൗലി, നാളെ പരലോകത്തെ ഹബീബായ തങ്ങൾ മുക്കിക്കൊടുക്കണ പരിശുദ്ധമായ ഹൗലുൽ കൗസർ അതിന്റെ ചോട്ടിലാണ്, മിമ്പറിന്റെ ചോട്ടിലാണ്. മിമ്പരി അലൽ ഹൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയാ, അഖ്റബുക്കും മിന്നി മൻസിലൻ, നാളെ മഹ്ശറയില് എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനത്തുണ്ടാവുക, മൻസിലുണ്ടാവുക, അക്സറുക്കും അലയ്യ സ്വലാത്തൻ, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്. എത്ര ചെല്ലിയാലും നഷ്ടം വരാത്ത പരിശുദ്ധമായ ഒരു അമല് പരിശുദ്ധ സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹബത്തോടെ, ഇമ്പത്തോടെ, സ്നേഹത്തോടെ, ഇഷ്കോടെ, ഈമാനോടെ, കാണാൻ കൊതിയോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനത്തോടുകൂടെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ണിന് ആ ഹബീബിനെ കണ്ടിട്ടുള്ള കുളിർമയ്ക്ക് വേണ്ടി നിർത്താതെ പരിശുദ്ധ സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂടുതലായി സ്വലാത്ത് ചെല്ലുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട് അവിടുന്ന് സന്തോഷിക്കുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വലാത്തൊക്കെ ചെല്ലുന്നതിന്റെ പുറമെ അവിടുന്ന് ചോദിച്ചു, ഹബീബ്, ഒരുപാട് സ്വലാത്തുണ്ട്, എന്നാൽ എന്റെ നാവ് കൊണ്ട് ചെല്ലുമ്പോ അവിടത്തേക്ക് സന്തോഷം ഉണ്ടാകണ സ്വലാത്ത് പറഞ്ഞേരി. അവിടത്തേക്ക് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാത്തു സിദ്ദീഖിയ്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാന്മാർ പറയുന്ന 1,00,000 സ്വലാത്തിന്റെ പ്രതിഫലമാണ് അതിന്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. റസൂലുള്ളാഹിനെ ഉമ്മി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. ആലാ ഹസ്രത്ത് വെള്ളിയാഴ്ച അവർ ചെല്ലുന്ന സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബി അൽ മഹബൂബി നബിയിൽ ഉമ്മിയിൽ മഹബൂബി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതിപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടുന്ന് അള്ളാന്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ സിറാജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു തൗഹീദിനെ കുറിച്ച് പരിശുദ്ധ കിതാബ് എഴുതിയ സയ്യിദന അബ്ദുല്ലാ സിറാജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ഉംറക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ പരിശുദ്ധരായ വഴിയിലുള്ള ഒരു മുദീദിന്റെ മകനെ 43 വർഷം മദീനത്തുള്ള ഒരു ഡ്രൈവറെ പരിചയപ്പെട്ടിരുന്നു. മഹ്മൂദ് മുഫ്ലിഹുൽ ഹലബി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഉറങ്ങണത് വരെ മുടങ്ങാതെ എണീറ്റത് മുതൽ പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അത് മുതൽ രണ്ടാമത് ബിസ്മിക റബ്ബി എന്ന് ചെല്ലണ വരെ സ്വലാത്ത് തന്നെ. 10 മണിക്ക് 10:30 മണിക്ക് ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൗണ്ടറിൽ 4500 ആയിട്ടുണ്ട് സ്വലാത്ത്. നിങ്ങളുടെ വഴി ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മുഹമ്മദിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും ഒന്ന് പച്ചക്കുബ്ബ കണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗള കണ്ട, മസ്ജിദുൻ നബവി കണ്ട, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, വണ്ടിന്ന് അങ്ങനെ ആ ഒരു ചെല്ലണ രൂപമൊക്കെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മളെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. 43 വർഷമായിട്ട് മുടങ്ങാതെ സുബഹി ഹബീബിന്റെ പരിശുദ്ധ റൗളയിൽ
ഹബീബിന്റെ അടുത്ത് നിർവഹിക്കുക. അപ്പൊ അവരുടെയൊക്കെ ഉപ്പാന്റെ ഷെയ്ഖ് സയ്യിദ് അബ്ദുള്ള സിറാജുദ്ദീൻ ഡമസ്കസിലെ മസ്ജിദുൽ അക്രമിൽ ജീവിച്ചു വഫാത്തായി പോയ മഹാൻ, അദ്ദേഹത്തിന്റെ തൗഹീദിനെ കുറിച്ചൊരു കിതാബുണ്ട്. അറബി അറിയുന്ന ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുത്താല ചെയ്തോളൂ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചിട്ട് ഇടക്കിടക്ക് നോക്കുന്നത് നല്ലതാണ്. തൗഹീദിനെ കുറിച്ച് അതിന്റെ എല്ലാ പരിശുദ്ധമായ വശങ്ങളും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച മഹാൻ. അപ്പൊ അബ്ദുള്ള സിറാജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹളറത്തിൽ ഒരു അഫ്ഗാനിസ്ഥാനായ നാട്ടുകാരനായ ഒരാള്, ബാക്കിയുള്ള മുരീദുമാരും ശിഷ്യന്മാരൊക്കെ അറബികളാണ്, ഒരാൾ മാത്രം അഫ്ഗാനി. അപ്പൊ അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ഖൽവത്തിൽ ഇരിക്കുമ്പോ ചോദിക്കുക, നിങ്ങൾ ഇവിടെ എത്താൻ കാരണം എന്താ? അപ്പൊ പറഞ്ഞത്, എന്നെ മദീനത്ത് നിന്ന് അയച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അള്ളാന്റെ ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന ആളാ. ഹബീബായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. മദീനത്തുനിന്ന് കണ്ട സമയത്ത്, ഈ പ്രാവശ്യം പോയ സമയത്ത് ഷെയ്ഖുനാന്റെ ഒരു പരിശുദ്ധരായ ഖലീഫ ഒരു സംഭവം പറയണ്ടായി. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ ഹബീബിനോട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഇന്റെ നാവുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള ഏറ്റവും പരിശുദ്ധമായ സ്വലാത്ത് ഏതാ? അപ്പൊ പറഞ്ഞു, അത് നിങ്ങള് സിറിയയിൽ പോവുക, ദിമഷ്കിലെ മസ്ജിദുൽ അക്രമിൽ ചെല്ലുക. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം അർദ്ധരാത്രി ഉറങ്ങുന്ന സമയത്ത് ചെല്ലുന്ന 1000 പ്രാവശ്യം ചെല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, അത് വാങ്ങാം. 1000 പ്രാവശ്യം. അങ്ങനെ ഇദ്ദേഹം അന്വേഷിച്ചു പോയി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് വന്നു. മസ്ജിദുൽ അക്രമിലെ ലുഹാന്റെ സമയത്ത് ചെന്നപ്പോ നല്ല പ്രകാശം സ്ഫുരിക്കുന്ന ഒരു മഹാൻ അവിടെ ലുഹ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, നമസ്കാരം കഴിഞ്ഞിട്ട് കൈ പിടിച്ചു പറഞ്ഞു, മദീനത്തു നിന്നാണ് ഞാൻ വരുന്നത്, എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതാ. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വലാത്ത് ഏതാന്ന് ചോദിച്ചപ്പോ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ രാത്രി ചെല്ലുന്ന 1000 പ്രാവശ്യം ചെല്ലുന്ന, ഉറങ്ങണ സമയത്ത് ചെല്ലുന്ന സ്വലാത്ത്. ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. എന്റെ കൂടെ ഉള്ള എന്റെ ഭാര്യ പോലും അറിയാത്ത, അവൾക്ക് പോലും അറിയാത്ത സ്വലാത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ സ്വലാത്തിൽ അവിടുന്ന് സന്തോഷം വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ സ്വലാത്ത് ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തില് ഷെയ്ഖുനാന്റെ ഒരു ഖലീഫ അവിടെ ഇരിക്കുന്ന സമയത്ത് ദലായിലുൽ ഖൈറാത്ത് അപ്പുറത്ത് ഒരാൾ ഇരുന്നിട്ട് ചെല്ലണം. ദലായിലുൽ ഖൈറാത്തിന്റെ സലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ ദിവസവും ചെല്ലണേ. ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു തർത്തീബ് ചെയ്ത അതിലുള്ള സലാത്താണ് വെള്ളിയാഴ്ച സലാത്തിന്റെ ഏട് എന്ന് പറഞ്ഞ സലാത്ത്. അൽ കഹ്ഫും സലാത്ത് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അത് വെള്ളിയാഴ്ച ചെല്ലേണ്ട സലാത്താണ്. ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ അടുത്ത് നിന്നും മിസ്കിന്റെ സുഗന്ധം വരുന്നു എന്നാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുഴിക്കണ സമയത്ത് സഹാബത്ത് മിസ്കിന്റെ സുഗന്ധം മറവി ചീനീനും തന്നെ വന്നു എന്ന് പറഞ്ഞു. ഹദീസിൽ കൊണ്ടുപോയി കടത്താൻ പോണുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബർ ജീവിതം നമുക്ക് നന്നാക്കി തരട്ടെ. സുഖായി ഖബർ വിശാലമായി ഹബീബിനെ കണ്ട് നല്ല റാഹത്തിൽ കടക്കാൻ തൗഫീഖ് നൽകട്ടെ. മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി, ഇവരെ കുറിച്ച് നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി ജാഅനാ ബിൽ ബയ്യിനാത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അലാ ഹസ്രത്തിനോട് ഖബർ ഒരാളും ഒരു കയ്യും താഴ്ച വേണം, അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹദീസിൽ ഉള്ളതൊക്കെ ഉണ്ട്. ഇഷ്കിന്റെ കിതാബിൽ മറ്റൊന്നുണ്ട്,
മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി, ഇവരെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞതെന്ന് റസൂലുള്ളാഹിനെ കാണിച്ചു അവിടുന്ന് ചോദിക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനെ ഒന്ന് ബഹുമാനിക്കണം എനിക്ക് സ്വല്ലല്ലാഹു അലൈഹി. അതിന് ഖബർ അത്ര വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹബ്ബത്ത് നമുക്ക് വർദ്ധിപ്പിക്കുക. ഏറ്റവും വലിയ ഒരു മരുന്ന്, ഇന്ത്യ നിങ്ങളുടെയൊക്കെ കൽബ് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന്, ഏറ്റവും വലിയ ലഹരി മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ആ മഹബ്ബത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്വുൻ മിൻ റഈനി ദംബി വൽ ഹറജ്. ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്വുൻ, അങ്ങയോടുള്ള മഹബത്ത് റസൂലെ, ഫീ ഖൽബിന, ഞങ്ങളുടെ കൽബിൽ, മഹ്വുൻ, അത് മായ്ച്ചു കളയുന്ന. റസൂലുള്ളാഹിന്റെ ഒരു പേരാ മാഹി. ബസ്മരെ മാഹി സല്ലി അല എന്നിട്ടൊരു കവാലി കാണാം. ബസ്മരെ മാഹി, മാഹി. നമ്മളെ ആ മഹബത്ത് കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളൊക്കെ, തെറ്റുകളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മായ്ച്ചു തരട്ടെ. ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്വുൻ, മായ്ച്ചു കളയാനുള്ള, തെറ്റുകളെ മായ്ച്ചു കളയാനുള്ള പണി. മിൻ റഈനി ദംബി, തെറ്റുകളല്ല, അത് കാരണമായി നുരുമ്പിപ്പോയ ഹൃദയത്തെ, ആ നുരുമ്പും അതിന്റെ വേണ്ടാത്തരങ്ങളൊക്കെ ഒഴിവാക്കി തരാനുള്ള ഒരൊറ്റ പണി മുഹബ്ബത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹബ്ബത്താണ്, ഹുബ്ബാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ ദലായിലുൽ ഖൈറാത്ത് അദ്ദേഹത്തിന്റെ അടുത്തിരുന്നിട്ട് ഒരാൾ ചെല്ലണ്. അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ഇരിക്കുമ്പോ ആഗ്രഹിച്ചു, കൊതിച്ചു, ഷേഖുനാന്റെ അടുത്തുനിന്ന് ഇതിന്റെ ഇജാസത്ത് കിട്ടുമോ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു സുഡാനി, ഒരു ഷെയ്ഖ് അവർകൾ അവിടെ വന്നു. അദ്ദേഹം എഴുതിയ ദലായിലുൽ ഖൈറാത്തിന്റെ 7 ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തു. ഇതാ നിങ്ങൾക്കുള്ളതാണ്, എനിക്ക് ഇവിടുന്ന് ഓർഡർ കിട്ടിയതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ഖുതുബുസ്സമാന്റെ അടുത്ത് ചെന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞ അപ്പൊ തന്നെ തീരുമാനമാവുമല്ലോ. നിങ്ങൾക്ക് കൊടുന്നു തന്ന ആള് തൗഹീദിന്റെ വഴിയിലുള്ള മഹാൻ തന്നെയാണ്. അപ്പോ മഹാനോടുകളോട് വന്നത് ഞാൻ ചെല്ലാൻ പറ്റുമോ? അപ്പൊ പിടിച്ചിരുത്തി അതിന്റെ ഇജാസത്ത് കൊടുത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ ഖിലാഫത്തിന്റെ 50-ാം വാർഷികമാണ്. തൗഹീദിന് വേണ്ടി ജീവിച്ച് വഫാത്തായി പോയ പരിശുദ്ധരായ ഖുതുബുസ്സമാൻ മഹാനോട്, അതിനുവേണ്ടി കാടും മേടും സഞ്ചരിച്ച മഹാൻ, മലകളും കാടുകളും ഭക്ഷണമൊന്നുമില്ലാതെ ഗുഹക്കകത്തും മറ്റൊക്കെ ഇരുന്ന് നോമ്പനുഷ്ഠിച്ച് അള്ളാഹുമായിട്ടുള്ള കരാറ് എനിക്ക് പുതുക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന പരിശുദ്ധരായ ഖുതുബുസ്സമാൻ, അതിനുവേണ്ടി പോകാത്ത നാടുകളും കയറാത്ത മലകളും പോകാത്ത മക്കാമുകളുമില്ല. അവസാനം സയ്യിദ് മുഹമ്മദ് ബാദിഷാ തങ്ങളുടെയും മദാർഷാ തങ്ങളുടെയും അടുത്തുനിന്ന് ഇത് കിട്ടിയപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം നൽകാൻ തുടങ്ങി. അങ്ങനെ നമുക്കും ആ പരിശുദ്ധമായ വഴിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹം നൽകുമാറാവട്ടെ. മഹബത്തോടുകൂടെ, മഹബത്തിന്റെ പരിശുദ്ധി കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്നാക്കി തരട്ടെ. തൗഹീദ് നമുക്ക് ഉറപ്പിച്ചു തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.